നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി തടവിലിട്ട് കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 1-ാം പ്രതി ഷൈബിൻ, 2-ാം പ്രതി ഷിഹാബ്, 6-ാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 9 പേരെ കോടതി വെറുതെ വിട്ടു. മഞ്ചേരി 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. കേസിൽ ശനിയാഴ്ച ശിക്ഷ വിധിക്കും. സംസ്ഥാനത്ത് മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെത്താത്ത കേസിലെ ആദ്യ വിധിയാണിത്. DNA ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 2022 ഏപ്രിൽ 23-ന് ഏതാനും പേർ തന്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചുവെന്ന ഷൈബിൻ അഷ്റഫിന്റെ പരാതിയാണ് ഷാബാസ് ഷെരീഫ് കൊലപാതക കേസ് പുറത്തു കൊണ്ടുവന്നത്. വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു ടീം വർക്ക്, നല്ല കേരള പോലീസും പ്രോസിക്യൂഷനും നല്ലൊരു ടീം വർക്ക് ചെയ്തു. അത് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മൾ നല്ലൊരു വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. 3 പ്രതികളെ കൺവിക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല സന്തോഷമുണ്ട്. ഡെഡ് ബോഡി ഇല്ലാത്തൊരു കേസിന് കേരള പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് കൺവിഷൻ കിട്ടുന്നത് ഇത് കേരള ചരിത്രത്തിൽ നിന്ന് ആദ്യമാണ്. ഏകദേശം 16 അംഗ ടീമായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ. അവരുടെ നല്ല വർക്കൗട്ട് 88 ദിവസം കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ DNA മൈറ്റോകോൺഡ്രിയ DNA റിസൾട്ട് വരെ ഈ ഒരു സമയത്തുള്ള നമുക്ക് എടുക്കാൻ കിട്ടി. കൂടാതെ ഇതിന് നല്ലൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ സപ്പോർട്ട്, അവരുടെ എഫേർട്ട് പറയാൻ നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. അത്രയും നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇയാളെ ആക്രമിച്ച കേസിലെ 5 പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ഷാബാസ് ഷെരീഫ് കൊലപാതകമടക്കമുള്ള ഷൈബിന്റെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുകയുമായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. 2019 ഓഗസ്റ്റിൽ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന നാട്ടുവൈദ്യൻ ഷാബാസ് ഷെരീഫിനെ 1.5 വർഷത്തോളം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിലാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെറിയ തെളിവുകൾ ഷൈബിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നു. എങ്കിലും മൃതദേഹം തള്ളിയതായി പ്രതികൾ മൊഴി നൽകിയ ചാലിയാർ പുഴയിൽ എടവണ്ണ സീതി ഹാജി പാലത്തിനു സമീപം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഷൈബിൻ ഉപയോഗിച്ച കാറിൽ നിന്നു ലഭിച്ച മുടി ഷാബാസ് ഷെരീഫിൻ്റെതാണെന്ന DNA പരിശോധനാ ഫലമാണ് കേസിൽ നിർണായകമായത്. മൂലക്കുരു ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിരുന്ന ഷാബാസ് ഷെരീഫിൽ നിന്ന് ഇതിന്റെ ഒറ്റമൂലി രഹസ്യം ചോർത്താൻ 2019 ഓഗസ്റ്റ് 1-ന് നിലമ്പൂർ മുക്കട്ട സ്വദേശിയായ വ്യവസായി ഷൈബിൻ അഷ്റഫിന്റെ സംഘം അദ്ദേഹത്തെ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയും രഹസ്യം കൈമാറാതെ വന്നതോടെ 2020 ഒക്ടോബർ 8-ന് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്നു വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു ഷൈബിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.